നമ്മളിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റേണ്ട ഒരു വികാരമാണ്, ഒരു ആലോചനയാണ്, ഒരു ചിന്തയാണ് അഹങ്കാരത്തിൻ്റെ ചിന്ത. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അഹങ്കാരിയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിൽ നകലുന്ന അവസ്ഥയാണ്. ഒരുവൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറയുകയും മാറ്റി നിർത്തുകയും ദൈവത്തിൽ നിന്ന് ഒരുവൻ പൂർണ്ണമായും അകറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അത് അഹങ്കാര ചിന്തയുള്ളവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അഹങ്കാരി ദൈവത്തിൽ നിന്ന് അകലുന്നു, അതോടൊപ്പം അവനിൽ പാപവും മുളയെടുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അഹങ്കാര ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ പദ്ധതികളിൽ, നമ്മുടെ ആലോചനകളിലൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. എൻ്റെ തീരുമാനങ്ങൾ ദൈവിക തീരുമാനങ്ങൾക്കും മീതെ വരുമ്പോൾ അത് അഹങ്കാരത്തിൻ്റെ ചിന്തയായിട്ട് മാറും. അവന് ദൈവമില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ മനോഹരമായിട്ട് പറഞ്ഞത്, ഞാൻ പോയി അധ്വാനിക്കും, ഞാൻ പോയി കാശുണ്ടാക്കും, ഞാൻ എൻ്റെ ദേശത്ത് പോയി ജോലി ചെയ്യും എന്ന് പറയാതെ എൻ്റെ കർത്താവ് മനസ്സാകുന്നെങ്കിൽ, എൻ്റെ ദൈവം അനുവദിക്കുന്നെങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്. കാരണം നമ്മൾ ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതെന്ന് പറഞ്ഞത്, അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കില്ലേ നമുക്കറിയില്ല. പിന്നെ എങ്ങനെ ഈ അഹങ്കാരത്തിൻ്റെ സംസാരം, അഹങ്കാരത്തിൻ്റെ ധ്വനിയോട് കൂടിയ സ്വരം, സംസാരം നമുക്ക് പറ്റുമെന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്.